നമസ്കാരം. കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന തീവട്ടി കൊള്ളയുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. ഗാനമേള അവതരിപ്പിക്കാൻ വരാത്ത ഭജന സംഘത്തിന് 8 ലക്ഷം രൂപ അനുവദിച്ചതും 300 പേര് പോലും കഴിക്കാനില്ലായിരുന്നിട്ട് 4000 പേർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെയൊക്കെ തന്നെ കണക്കുകൾ നമ്മുടെ ഏവരുടെയും കണ്ണ് തള്ളിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഏതായാലും അന്ന് ഇതിൻ്റെ പേരിലുള്ള വിമർശനം വന്നപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ എത്തിയ സ്ഥിരം CPM ചാനൽ വിദഗ്ധന്മാർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. അന്ന് അവർ പറഞ്ഞത് എല്ലാ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് എന്നാണ്. ഞങ്ങളുടെ കണക്കൊക്കെ ശരിയാണ്, അത് ഓഡിറ്റ് റിപ്പോർട്ട് ആയിട്ടില്ല, ഇതിൻ്റെ എസ്റ്റിമേറ്റ് മാത്രമാണ് ഇപ്പോഴുള്ളത് തുടങ്ങി നിരവധി വാദമോഹങ്ങളാണ് അന്ന് അവർ ചാനൽ ചർച്ചകളിൽ തന്നെ ഉന്നയിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പിഴവുണ്ടായത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അതല്ലാതെ ഓഡിറ്ററുടെ ഭാഗത്തു നിന്നല്ല. എല്ലാം ഓഡിറ്ററുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. വിജയൻ അസോസിയേറ്റ്സ് എന്ന ഓഡിറ്റിംഗ് സ്ഥാപനമാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളൊക്കെ തന്നെ പരിശോധിക്കുന്നത്. ഏതായാലും അവരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. കെ ജയകുമാർ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ്. ചുരുക്കത്തിൽ കൃത്യമായ കണക്കല്ല ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പോലെയുള്ള ഏറ്റവും ഉന്നതമായൊരു നീതിപീഠത്തിലേക്ക് കൊണ്ട് കൊടുക്കേണ്ട കണക്കുകൾ പോലും തോന്നിയതുപോലെയാണോ ഇവർ ചെയ്തത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം അതിൽ കൃത്യത വരുത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ ജയകുമാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചാനൽ ചർച്ച നടത്താൻ എത്തിയവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നതാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലുടനീളം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ആഗോള സംഗമത്തിൻ്റെ ചെലവ് സംബന്ധിച്ച ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലവിൽ നിന്നിരുന്നു. അതിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പൈസ തരാനുള്ളവരിൽ നിന്ന് എത്രയും വേഗം സ്പോൺസർമാരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. ഏതായാലും ഇത് കേരളത്തിന് നൽകുന്നത് വലിയൊരു അറിയിപ്പാണ്. കാരണം എല്ലാ മേഖലയിലും തീവട്ടിക്കൊള്ള തന്നെയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതിൽ പരമാവധി സ്വന്തം ആളുകളെ ഉൾപ്പെടുത്തി സ്വന്തക്കാർക്കെല്ലാം കോൺട്രാക്റ്റ് കൊടുക്കുകയും അവരുടെ സ്വന്തക്കാർക്ക് സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത് നടക്കുന്ന വലിയൊരു കൂട്ടുകൃഷി സംവിധാനം തന്നെയാണ് ഇവിടെ നടന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് അബദ്ധം പറ്റാതിരിക്കാനായി ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് 10 ദിവസത്തിനുള്ളിൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കമ്മീഷണറും ചീഫ് എഞ്ചിനീയറും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഉന്നതതല സമിതി ടാസ്ക് ഫോഴ്സ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരണം എന്തുകൊണ്ട് വൈകിപ്പോയി എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഹൈക്കോടതി പോലെയുള്ള ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ തട്ടിക്കൂട്ടിയ കണക്കുമായിട്ടാണോ അവിടെ ചെന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും ഈ റിപ്പോർട്ടും കൊണ്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകുമോ എന്നുള്ള ഭയവും ഒരുപക്ഷെ ദേവസ്വം ബോർഡിനുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട്, അതായത് എത്ര രൂപയാണ് ചിലവായത് എന്നുള്ളത് സംബന്ധിച്ച കണക്കുകൾ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ ദേവസ്വം ബോർഡ് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. ഏതായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് നടത്തിയത് ഒരു കുറ്റസമ്മതം തന്നെയാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ മൊത്തത്തിൽ മാത്രമല്ല ഈ CPM നേതാക്കൾക്കും എല്ലാം അവരുടെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇന്ന് നടന്ന ഈ ഒരു വാർത്താ സമ്മേളനം. ഏതായാലും റിപ്പോർട്ടിലെ പിഴവുകളൊക്കെ മാറ്റി ഇനി പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അറിയാം അന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കാരണം ഒരു കള്ളക്കണക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ഇനി അടുത്ത കള്ളക്കണക്ക് തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ദേവസ്വം ബോർഡിലെ ഉന്നതർ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനും കഴിയുകയില്ല. മുൻ ബോർഡ് എടുത്ത തീരുമാനപ്രകാരം അയ്യപ്പ സംഗമത്തിൻ്റെ ചിലവ് 4.99 കോടി രൂപയെ നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ബോർഡ് നേരത്തെ അഡ്വാൻസ് നൽകിയ 3 കോടി രൂപ ഇപ്പോൾ തിരികെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. സ്പോൺസർഷിപ്പിലൂടെയാണ് ബാക്കി പൈസ ലഭിക്കാനുള്ളത്. ഇനിയും പലരും പൈസ തരാനുണ്ട് എന്നാണ് കെ ജയകുമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കെ ജയകുമാറിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ആയിരുന്ന വ്യക്തി, കേരളത്തിലെ ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരു വളരെ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചന തരുന്നത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ CPM നേതാക്കളെക്കുറിച്ചാണ് നമുക്ക് സഹതാപം തോന്നേണ്ടത്. കാരണം ഇതെന്താണ് യഥാർത്ഥത്തിലൂടെ സംഭവിച്ചതെന്ന് അറിയാതെ രാത്രി ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് വായി തോന്നിയ കള്ളക്കണക്ക് മുഴുവൻ വിളിച്ച് പറയുകയും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഗീബൽസി തന്ത്രങ്ങളൊക്കെ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു തിരിച്ചടിയുടെ ദിവസം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കെ ജയകുമാറിനെ പോലെയുള്ള ഒരു പ്രമുഖൻ അതിൻ്റെ തലപ്പത്തെത്തിയോടുകൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും കൃത്യമായ കണക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകാനും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയിലും ദീർഘകാലം ഔദ്യോഗികമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നോക്കിയ ഒരു ഭരണാധികാരി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിലൊക്കെ തന്നെ കെ ജയകുമാറിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ റീജിയൻ തൊഴുത്തായി മാറിക്കഴിഞ്ഞ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അദ്ദേഹം തന്നെ വൃത്തിയാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും
സഹാക്കളുടെ ഒരു കള്ളം കൂടി അമ്പേ പൊളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.